ഹലോ എവ്രി വൺ, ഞാൻ വിപിൻ, സ്പ്ലെൻഡോർ ന്യൂസിലാൻഡ്. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ന്യൂസിലാൻഡ് ജൂലൈ 1 മുതൽ ജൂലൈ 1 2023 മുതൽ പുതിയൊരു അപ്ഡേഷൻ വരുന്നുണ്ട്. അത് ഓൾറെഡി അവരുടെ വെബ്സൈറ്റിലേക്ക് അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എന്താണ് എന്നുള്ള കാര്യമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അത് എങ്ങനെ നമ്മൾ സെലക്ട് ചെയ്യണം, എന്താണ് നമ്മൾ നോക്കേണ്ടത്, നമ്മൾ അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഇതുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ഒത്തിരി പേര് പാനിക്കാവുന്നുണ്ട്, ഈ ഓൺലൈൻ എക്സാം ദൈവമേ ഇങ്ങനെ എൻഗ്ലെക്സാറും വന്നോ എന്നൊക്കെ ചിന്തിക്കണതുണ്ട്. എൻഗ്ലെക്സാറിന് പോലും ഇതൊന്നുമല്ല. ഇത് ജസ്റ്റ് ഒരു ടിറ്റിലിറ്റി ഓഫ് വൈറ്റ് ആങ്കി, പിന്നെ അതുപോലെ ഒരു കൾച്ചറൽ കോമ്പിറ്റൻസി, ഇത് രണ്ടുമാണ് ഇതിനകത്ത് വന്നേക്കുന്നത്. അത് ഫ്രീ ഓഫ് കോസ്റ്റിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ അത് ചെയ്യാനായിട്ട് വേറെ ഒന്നുമില്ല, നമ്മുടെ വെബ്സൈറ്റിൽ പോവുക. ഐക്യുഎൻ വെബ്സൈറ്റ് ഉണ്ടല്ലോ, ഐക്യുഎൻ വെബ്സൈറ്റിൽ ചെന്നതിന് ശേഷം ഹോമിൽ ചെന്നതിന് ശേഷം അതിൻ്റെ തൊട്ട് താഴെ തന്നെ നിങ്ങൾക്ക് അതിനുള്ള ഒരു ഗൈഡ് ലൈൻ, ഞാനൊരു വീഡിയോ ഇടാം. അപ്പോൾ വീഡിയോയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അതിനകത്തുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്താലും മതി. അപ്പോൾ നമ്മൾ ഇതിനകത്തൊരു അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അതനുസരിച്ച് ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ നമുക്ക് ബാക്കിയുള്ള വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി വീഡിയോയിലേക്ക് പോകാം. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. ആദ്യം ഐക്യുഎൻ ഹോമിലേക്ക് പോവുക. ഐക്യുഎൻ ഹോമിൽ പോയതിന് ശേഷം ഇത് ഞാൻ ഇപ്പോൾ തുറന്നേക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊബൈലാണ് ഓപ്പൺ ചെയ്തേക്കുന്നത്. നിങ്ങളിതിപ്പോൾ ലാപ്ടോപ്പിൽ തുറക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം നോക്കുക, ന്യൂ റിക്വയർമെൻറ്റ് ഫോർ പ്രീ രജിസ്ട്രേഷൻ. ഓക്കെ, ഇത് റൈറ്റ് സൈഡിലായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അത് റീഡ് മോർ ഇൻഫർമേഷൻ എടുക്കുക. അപ്പോൾ നമ്മളുടെ ഈ പേജിനകത്ത് ഓൺലൈൻ ഇതെടുക്കുക. പിന്നെ ഈ പ്രൈവസി പോളിസി ഇത് നിങ്ങൾ വായിച്ചു നോക്കുക. എന്നിട്ട് ലാസ്റ്റ് വന്നിട്ട് എഗ്രി കൊടുക്കുക. ഓക്കെ, സബ്മിറ്റ്. എന്നിട്ട് ലോഗിൻ കൊടുക്കുക. അപ്പോൾ അതിനകത്ത് അവർ ചോദിക്കുന്നുണ്ട്, അപ്പോൾ ക്രിയേറ്റ് എ ന്യൂ അക്കൗണ്ട് അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് യൂസർ നെയിം കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യുക. ഓക്കെ, ഈ കാര്യങ്ങളെല്ലാം എൻ്റർ ചെയ്തോളൂ. അപ്പോൾ ഇതിനകത്ത് എംപ്ലോയ്മെൻറ്റ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് തന്നെ സ്റ്റുഡൻറ്റിൻ്റെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ഇതുണ്ടോ സ്റ്റുഡൻറ്റ്, ഇത് ക്ലിക്ക് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്തു. അപ്പോൾ നിങ്ങൾ ഏത് റീജിയനാണെന്ന് വെച്ചാൽ ആ സ്ഥലത്ത് ഇത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ മിഡ് സെൻട്രൽ ഇത് കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഏത് സൈഡാണെന്ന് വെച്ചാൽ നിങ്ങൾ അത് കൊടുക്കുക. ഓക്കെ, അതിന് ശേഷം ഇത് കൊടുക്കുക, ക്രിയേറ്റ് മൈ ന്യൂ അക്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം ഓക്കെ ആവും. അപ്പോൾ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ആവും. എന്നിട്ട് പിന്നെ അതിന് ശേഷം ഞാൻ കാണിച്ചേക്കുന്ന പോലെ ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇത് ഓൾറെഡി എനിക്ക് അക്കൗണ്ട് ഇതിനകത്തുണ്ട്, അതുകൊണ്ടാണ് ഈ സംഭവം വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതിനകത്തും സെയിം ഇതുപോലെ തന്നെ പ്രൊഫൈലിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഹോമിലേക്ക് പോയതിന് ശേഷം ഈ ലാസ്റ്റ് വന്നിട്ട് നമ്മൾ സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോഴ്സിൻ്റെ പേര് സെർച്ച് ചെയ്യുക. ഓക്കെ, ട്രീറ്റ്. ഓക്കെ, നമ്മളിങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഈ ഒരു 3 കോഴ്സ് കിട്ടും. ഓക്കെ, മോഡ്യൂൾ 1, മോഡ്യൂൾ 2. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് ഗോ ടു കോഴ്സ് എടുക്കുക. ഇതുണ്ടോ, ഇതിനകത്ത് കോമ്പറ്റീഷൻ വിത്ത് ടിറ്റേറ്റീവ് വൈറ്റ് ആങ്കി റിക്വയർമെൻറ്റിൻ്റെ ഞങ്ങൾക്ക് ഇത് സംഭവം. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഹെൽത്ത് ആൻഡ് ഡിസബിലിറ്റി സർവീസസ്, ഈ സംഭവമാണ് നമ്മുടെ ഇവിടെ മെയിൻ ഇതിനകത്ത് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ലോഞ്ച് മോഡ്യൂൾ ഇത് ചെയ്യുക. ഇതിന് ശേഷം കോഴ്സ് കംപ്ലീഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ല, അതൊക്കെ നിങ്ങൾ തന്നെ ചെയ്യുക. ഓക്കെ, ഇതാണ് നമുക്ക് ഫസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഫസ്റ്റ് കോഴ്സ് അവർ പറഞ്ഞേക്കുന്നത്. പിന്നെ രണ്ടാമത് പറഞ്ഞേക്കുന്ന കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈ ലേണിങ്. ഇത് ഓൾറെഡി ഞാൻ ഇത് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ടാണ്. അതുപോലെ കോഴ്സ് കാറ്റലോഗ് എടുക്കാം. ഓക്കെ, ഇതിനകത്ത് രണ്ടാമത് ചോദിച്ചേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൾച്ചറൽ കോമ്പിറ്റൻസിയാണ് ചോദിച്ചേക്കുന്നത്. ഇതുണ്ടോ, ഇതങ്ങോട്ട് ക്ലിക്ക് ചെയ്യുക. ഇതുണ്ടോ, ഫൗണ്ടേഷൻ കൾച്ചർ കോമ്പിറ്റൻസി, ഈ സംഭവം. ഓക്കെ, ഇതിനകത്ത് ക്ലിക്ക് ചെയ്യുക. ഇതിപ്പോൾ 0% നടക്കുന്നതെന്ന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ക്ലിക്ക് ചെയ്ത് വെച്ചു, ഞാൻ ചെയ്തിട്ടില്ല. കണ്ടോ, അപ്പോൾ ഇതിനകത്ത് ഇതുപോലെ എൻറോൾ ചെയ്യുക. അപ്പോൾ ഇതാണ് ടോപ്പിക് 1, ടോപ്പിക് 2, ടോപ്പിക് 3, ടോപ്പിക് 4 ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഓക്കെ, ഇതെല്ലാം കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് കോഴ്സ് കംപ്ലീഷൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും. ഓക്കെ, നിങ്ങൾ ആ സംഭവം ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഐക്യുഎനിലേക്ക് പോകണം. ഐക്യുഎനിൽ പോയതിന് ശേഷം അതിനകത്ത് ഡാഷ്ബോർഡ് ഉണ്ട്. ഡാഷ്ബോർഡിൽ ഇത് ചെയ്യണം. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നിങ്ങളുടെ ഐക്യുഎനിൽ ചെന്നതിന് ശേഷം ഇങ്ങനത്തെ ഒരു പാട്ട് വരുന്നുണ്ട്. അതായത് നിങ്ങൾ
ഇപ്പോൾ 2 ഇതുണ്ട്. ഒന്ന് ഡീറ്റെയിൽസ്, ഒന്ന് പ്രോഗ്രസ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ നിങ്ങൾ ഐക്യൂനിൽ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഈ പ്രോഗ്രസ് കമ്മ്യൂണിക്കേഷൻ എടുക്കണം. അതിനകത്ത് വന്നതിന് ശേഷം ഈ ആഡ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടോ, ഇതിനകത്ത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ചെയ്തേക്കുന്ന സർട്ടിഫിക്കറ്റ്, അതായത് ഇപ്പോൾ നിങ്ങളിപ്പോൾ ഈ 2 ഓൺലൈൻ ഇത് ചെയ്തല്ലോ, അപ്പോൾ അതിന് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഇതിനകത്ത് അറ്റാച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ എവിടെ നിന്നാണ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ നിന്ന് എടുക്കുക. ഓക്കെ, അപ്പോൾ അതിനകത്ത് അഡീഷണൽ ഇൻഫോർമേഷൻ അത് അടിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് സേവ് ആൻഡ് ക്ലോസ് കൊടുക്കുക. അപ്പോൾ ഈ സംഭവം ഇവർക്ക് ഇവിടെ നമ്മൾ കൊടുത്തേക്കുന്ന ഡോക്യുമെൻ്റ് ഇവിടെ അപ്ലോഡ് ആവും. അപ്പോൾ അതിനുശേഷം നിങ്ങളുടെ കേസ് മാനേജർ നോക്കിക്കോളും. ഇതാണ് പുതിയൊരു ഇത് ഓൺലൈൻ കോഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഐക്യൂനിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ കൊടുക്കണമെന്ന് പറഞ്ഞത്. ഈ രീതിയിലാണ് നിങ്ങൾ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഒരു ഭയങ്കര ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ക്യാപ് കോഴ്സിന് വരുന്ന വേണ്ട പിള്ളേരുണ്ട്. എല്ലാവർക്കും വലിയ ഉപകാരമായി തീരട്ടെ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് ചോദിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കമ്പനിയിലേക്ക് പേപ്പർ വർക്ക് ചെയ്യാൻ വേണ്ടി സജസ്റ്റ് ചെയ്തത്. ഞങ്ങളുടെ നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണെന്ന് അറിയാനുണ്ട് നിങ്ങൾ ഡയറക്റ്റ് വിളിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ക്യാപ് കോഴ്സ് എന്ന് പറഞ്ഞ സംഭവം നിങ്ങൾ വിചാരിക്കും പോലെ ഇവിടെ വന്ന് ഡയറക്റ്റ് ചെയ്യുന്നത് മാത്രമല്ല, ഓൺലൈൻ വഴി നിങ്ങൾക്ക് ക്യാപ് പ്രോഗ്രാം ചെയ്യാം. പിന്നെ ചിലവർക്ക് ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഈ ക്യാപ് പ്രോഗ്രാം 2 രീതിയിൽ ചെയ്യുന്നതിന് 2 ബെനിഫിറ്റ് ഉണ്ട്. ഇപ്പോൾ ഓൺലൈൻ ചെയ്യുന്നതിനും ഇവിടെ വന്ന് ചെയ്യുന്നതിനും അത് രണ്ട് ബെനിഫിറ്റാണ്. അപ്പോൾ ബെനിഫിറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ വിളിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളായിട്ട് ടൈപ്പ് ആയി കഴിയുമ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് പേപ്പർ വർക്ക് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ സൈനിങ് ഔട്ട്. വിപിൻ, സ്പ്ലെൻഡർ ന്യൂസിലാൻഡ്.